Hi all, in the number discussing the second module on chapter 6, the Riemann-Stieltjes integral. Already Riemann integrals degree final year class പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് റെഫർ ചെയ്തുകൊണ്ടാണ്. ടെക്സ്റ്റിലെ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡെഫിനിഷൻ 6.1 എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് റീമാൻ ഇൻ്റഗ്രലാണ്. ഓൾമോസ്റ്റ് സിമിലർ ആണ് റീമാൻ സ്റ്റേജസ് ഇൻ്റഗ്രലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനറലൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു റീമാൻ സ്റ്റേജസ് ഇൻ്റഗ്രലിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് റീമാൻ ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ റീമാൻ ഇൻ്റഗ്രൽ ഒന്ന് റീകളക്ട് ചെയ്തിട്ട് നമുക്ക് റീമാൻ സ്റ്റേജസ് ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം. നമ്മളൊരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്ത് നമുക്ക് റീകളക്ട് ചെയ്യാം. സപ്പോസ് വി ഹാവ് എ ഫങ്ഷൻ ലൈക്ക് ദിസ് ഇൻ ദ ഇൻ്റർവൽ എ ബി. റീമാൻ ഇൻ്റഗ്രലിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, അത് ഒരു ക്ലോസ്ഡ് അല്ലെങ്കിൽ ഒരു കോമ്പാക്ട്, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലായിരിക്കണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷൻസിന് മാത്രമാണ് നമ്മൾ റീമാൻ ഇൻ്റഗ്രൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എ ബി എന്ന് പറയുന്ന കോമ്പാക്ട് ഇൻ്റർവെൽ എന്നാണ്. കോമ്പാക്ട് വെച്ചാൽ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എന്നാണ്. ഓക്കെ, ബി ഗിവൺ ഇൻ്റർവെൽ. ഓക്കെ, ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഫംഗ്ഷൻ എപ്പോഴും ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആയിരിക്കണം. അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ വഴിയെ പറയും. അതിന് മുന്നേ ലെറ്റ് പി ബി എ പാർട്ടീഷൻ. ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് എന്താ പാർട്ടീഷൻ എന്നുള്ളത്. x0, x1, എക്സെട്ര xn എന്ന് പറയുന്ന ഒരു പാർട്ടീഷൻ ഓഫ് എ ബി ആവണമെങ്കിൽ x0 will be a and xn is equal to b. Okay, these are two conditions, and x0 less than x1 less than etc xn ഈ ഒരു ഇൻഇക്വാലിറ്റി ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ ഇത് നമ്മൾ വി വിൽ കളക്ട് പോയിന്റ്സ്. ദിസ് ഇസ് അവർ x0, x1, x2 എക്സെട്ര xn. xn എന്ന് പറയുന്നത് b ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എ ബി എൽ മെമ്പേഴ്സ് എന്നാണ്. പാർട്ടീഷൻസ്, ദിസ് ഡിനോട്ട്സ് സെറ്റ് ഓഫ് ഓൾ പാർട്ടീഷൻസ് ഓഫ് എ ബി. ഓക്കെ, സോ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കാവുന്നത് സബ് ഇൻ്റർവൽസ് എ ബി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു n സബ് ഇൻ്റർവൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇഫ് ദിസ് കണ്ടെയ്ൻസ് n+1 പോയിന്റ്സ്, then there will be n sub intervals. Each length of each sub interval is denoted by delta xi. Delta xi എന്നാണ് വിളിക്കുന്നത്. that is xi minus 1. ഇതാണ് അതിൻ്റെ ലെങ്ത്. this is for I equal to 1, 2, 3 etc n. ഓക്കെ, ഇനി നമ്മളൊരു ഫംഗ്ഷൻ അസ്യൂം ചെയ്യണം. സപ്പോസ് ദിസ് എഫ് is defined on this interval. Suppose f is a bounded function, bounded real function, that means real valued function defined on a b. Real function defined on a b. അങ്ങനെയാണെങ്കിൽ you can define capital Mi as the supremum of this x belongs to xi minus 1 xi. ith സബ് ഇൻ്റർവെല്ലിൽ എക്സുകൾ ചൂസ് ചെയ്യുക. അവിടെയുള്ള സുപ്രീമം, ആരുടെ എഫ് ഓഫ് എക്സുകളുടെ സുപ്രീമം, അതിന് ക്യാപിറ്റൽ എം ഐ എന്ന് വിളിക്കുന്നത്. സോ യു ക്യാൻ ഡിഫൈൻ ദിസ് ഫോർ ഐ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര n സബ് ഇൻ്റർവൽസ് ആണുള്ളത്. ഇൻ ദ സിമിലർ മാനർ യു ക്യാൻ ഡിഫൈൻ സ്മോൾ എം ഐ, ദാറ്റ് വിൽ ബി the infimum x belongs to interval xi minus 1 xi. ith സബ് ഇൻ്റർവൽ തന്നെയാണ് എഫ് ഓഫ് എക്സ്. ഇൻഫിമം സുപ്രീമം നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പർ സം ഡിഫൈൻ ചെയ്യാം. യു പി എഫ് ഇസ് സമ്മേഷൻ i equal to 1 to n capital Mi times this capital Mi is the supremum of f of x in the ith subinterval times delta xi. Similarly, you define LPF, and we have seen that this is the sum I equal to 1 to n small mi, that is the infimum of the ith subinterval times delta xi, length of the interval. So these are called upper sum and lower sum corresponding to the partition P of P and the function f. Okay, so finally we define if this infimum, if we collect infimum of set of all u p f. Okay, this is defined as integral a to b, upper integral a to b f dx.
Similarly, supremum of LPF. Okay, so this is denoted by this symbol, integral a to b, lower integral a to b f dx. Okay, ഇതിനാണ് നമ്മൾ അപ്പർ ഇൻ്റഗ്രലിനും ലോവർ ഇൻ്റഗ്രലിനും പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സുപ്രീമും ഇൻഫിമും എക്സിസ്റ്റ് ചെയ്താൽ, ഓക്കെ, ഇഫ് ദീസ് ടു ഇൻഫിമം ആൻഡ് സുപ്രീമം എക്സിസ്റ്റ് ആൻഡ് both are equal, in that case we can say that integral a to b upper integral f dx equal to integral a to b lower integral a to b f dx. If this is the case, if and only if f is Riemann integral. Now degree class integral, and we denote this as f belongs to R. Okay, so this script R is the set of all Riemann integrable functions. Okay, so we'll call this as f is a Riemann integral, and in that case the Riemann integral of f is denoted by a to b f dx. You need not worry about the lower and upper integral, both are the same, so we can use this notation. Okay, ഇതാണ് നമ്മൾ കഴിഞ്ഞ ഡിഗ്രി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന റീമാൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ. ഇനി ഇതിൻ്റെ കുറേ കോൺസിക്വൻസും കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ വി വിൽ ഡിഫൈൻ റീമാൻ സ്റ്റിൽജസ് ഇൻ്റഗ്രൽ നൗ, ആൻഡ് വി വിൽ ഡിസ്കസ് ദി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് the remarks on this Riemann-Stieltjes integral. Okay, so next we have 6.2 definition. Again, definition of Riemann-Stieltjes integral. Okay, so for this we require a monotonically increasing function. Okay, so this is the contrast, this is the difference between Riemann integral and Riemann-Stieltjes integral. We start with a monotonically increasing function. Monotonically increasing function. Okay, on compact interval AB, then we know that alpha of A and alpha of B are finite, and this alpha is monotonic. Then we have alpha is bounded. Okay, ഇതാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്ന കോൺസിക്വൻസ് ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത്, വി ടേക്ക് എ പാർട്ടീഷൻ P belongs to P of AB. Say P is equal to x0, that is equal to A, x1, etc., xn equal to B. So this is the partition. If we choose one such partition, you define delta alpha I. Okay, instead of delta xi we use delta alpha I. That is the main difference between Riemann integral and Riemann-Stieltjes integral. So delta alpha I is defined to be alpha of xi minus alpha of xi minus 1. Okay, so we evaluate this alpha at the end points of that subintervals and take the difference. Since this alpha is monotonically increasing, then this quantity is always non-negative. So likewise delta xi, this delta alpha I is also non-negative value, non-negative real number. Okay, so you can observe that the delta alpha I is always greater than or equal to 0. Okay, so using this alpha we define upper sum. Okay, so this upper sum depends on P, F and alpha. We incorporate this alpha into this upper sum, and that is defined as summation I is equal to 1 to n. Okay, the only difference is capital Mi times delta alpha I. Okay, so this capital Mi is nothing but the same thing we have defined in the case of Riemann integral, that is the supremum of the function f of x over the ith subinterval, and this delta alpha I is defined here. So in Riemann integral, the difference is here in this place, delta alpha i's place we can see delta xi. Okay, so we change this delta xi to delta alpha I,
then we denote this as U of P F alpha. That's the upper sum corresponding to this F partition P and the monotonic function alpha. In similar fashion, you define lower sum LP alpha, LP F alpha. That is same as summation 1 to n. Here instead of capital Mi we have small mi, that is the infimum, okay, delta alpha. So this is what is small mi here, that is the infimum of x belongs to xi minus 1 xi f of x. Similarly capital Mi is supremum of x belongs to xi minus 1 xi f of x. Okay, so these are the upper sum and lower sum. Upper Riemann-Stieltjes upper sum, and this is Riemann-Stieltjes lower sum, okay, corresponding to this f. Now if we using these upper sums, we define upper integral and lower integral. If you take this UPF alpha and take the infimum of that, okay, infimum UPF alpha, and this is defined to be upper integral a to b, okay, so this is upper integral a to b f d alpha. Instead of dx we write d alpha because we have to evaluate alpha on these endpoints of that subinterval. So instead of alpha we instead of dx we use d alpha here, okay, because this upper sum depends on alpha as well. Now we define the lower integral a to b f d alpha, so that is supremum of LP f alpha. Okay, so if these two upper integral and lower integral are the same, then of course this infimum is taken over the set UPF alpha such that P belongs to P of AB. So we need to consider all the upper sums corresponding to F and alpha for every P belongs to P of AB. Okay, similarly this supremum is taken over all the partitions P belongs to P of AB. So this is the definition of supremum and infimum. Now if we define such integrals, if this integral a to b, or you can write integral a to b, upper integral a to b f d alpha equal to lower integral a to b f d alpha, if and only if, okay, f is or this can be considered as a definition of this, the Riemann-Stieltjes f is called, or f is of, we write it as Riemann f is Riemann-Stieltjes integral or integrable. Okay, so Riemann-Stieltjes integrability of f is defined with this condition, and we defined the Riemann-Stieltjes integral of f, that is denoted by integral a to b f d alpha. Okay, or you can say that f belongs to R of alpha. Okay, what is this R of alpha? R of alpha is the set of all Riemann-Stieltjes integrable corresponding to alpha. Okay, so we can use this notation R of alpha to denote set of all Riemann-Stieltjes integrable function with respect to alpha. Okay, so this is the definition and the difference between Riemann integral and Riemann-Stieltjes integral. Okay, in the next class we will discuss some theorems on this Riemann-Stieltjes integral, so that those theorems will be analogous to the theorems studied in your degree classes, such as the lower sum is increasing, or if you take a refinement of a partition, then lower sum increases. If you take refinement, then the upper sum decreases. So such theorems will be discussed in the next class.